സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, ചന്ദ്രയ്ക്കൊരു സംശയമുണ്ട്. രേവതിയുടെ സന്തോഷവും ചിരിയും കളിയും ഇതെല്ലാം കണ്ടപ്പം ചന്ദ്ര വിചാരിക്കുകയാണ് എന്തോ അവിടെ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രുതിയോട് പറയാണ്, നീ എനിക്കിവിടെ ആദ്യം ജനിക്കാനുള്ള കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണ്, അല്ലാതെ അവൻ്റെ കുഞ്ഞല്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ഒരു ഷർട്ടും പാൻറ്റും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ശ്രുതി നമ്മുടെ സച്ചി വരുമ്പം പറയുന്നുണ്ട്, ഇതാണ് ഇന്നിടാനുള്ളത്. അയ്യോ, എനിക്ക് ഈ ഡ്രസ്സ് ഇടാനൊന്നും പറ്റില്ല, ഞാൻ സാധാരണക്കാരനാണ്, എനിക്കിത് പറ്റുകയില്ല. അപ്പോഴോ അങ്ങനെയില്ല, ഇതിടാമെന്ന് പറയുന്നത്. അങ്ങനെ ഷർട്ടും പാൻറ്റും കൊടുത്ത് ഇൻ ചെയ്ത് ഇറങ്ങി വരികയാണ് നമ്മുടെ സച്ചി. ഇറങ്ങി വരുമ്പോഴും ശ്രുതിയും ശ്രീകാന്തും അച്ഛനും അമ്മയും ഇതെല്ലാം നിന്ന് യവനിലുണ്ടായ മാറ്റമൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സർക്കസ് കമ്പനിയിൽ ആളിറങ്ങി വരുന്നത് പോലെ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞ്, നീ എന്താണ് പറഞ്ഞത്? സർക്കസ് കമ്പനിയിലോ? രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് ഏത് ഡ്രസ്സ് ഇടണ്ടെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കാനുള്ളത്, അല്ലാതെ നീ അല്ല തീരുമാനിക്കാനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നു, മോനെ നീ ഒന്ന് നേരെ നിൽക്കി, നിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അച്ഛമ്മയ്ക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ, ഇത് കാണുമ്പോൾ അച്ഛമ്മയ്ക്ക് നല്ല സന്തോഷമാവുമെന്ന് പറയുന്നുണ്ട്. സച്ചിയിലുണ്ടായ മാറ്റം അച്ഛന് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. ശ്രീകാന്തിനും അതുപോലെയാണ്. പക്ഷേ ശ്രുതിക്കും അമ്മയ്ക്കും ഇതൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. ഇവ ഇത്രത്തോളം മാറാൻ ഒരു ദിവസം കൊണ്ട് ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്കതിലെന്തോ ഒരു സംശയമുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എടാ നീ മോഷ്ടിച്ചെടുത്ത പൈസ കൊണ്ടല്ലേ നീ ചിലവാക്കുന്നത്? അപ്പോഴേ ശ്രുതി കേൾക്കുന്നു, മോഷ്ടിച്ചെടുത്ത്? അതെ, എനിക്ക് എൻ്റെ അച്ഛന് 10 ലക്ഷം രൂപ കൊടുക്കാനില്ലേ, 50 ലക്ഷം രൂപ കൊടുക്കാനില്ലേ, അത് കിട്ടാതിരിക്കുന്നതും കാലം മോഷ്ടിച്ച പണം തന്നെയാണ്. അതിൽ നിനക്ക് എന്തെങ്കിലും വാങ്ങി തന്നെങ്കിൽ അതും അതുപോലെ മോഷ്ടിച്ച പണം. ഇത് കേട്ട് നമ്മുടെ ശ്രുതി മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചി പോവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ കാപ്പി കുടിച്ചിട്ട് പോവാം. അപ്പോൾ പറഞ്ഞ്, എനിക്ക് സമയമായി രേവതി. ഇല്ല സമയമൊന്നും ആയിട്ടില്ല, കാപ്പി കുടിച്ചിട്ട് പോകാൻ, വെറും വയറ്റിൽ അങ്ങനെ പോകണ്ടെന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ രേവതി എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ കാപ്പി എടുത്തുകൊണ്ട് വന്ന് സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കണ്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ഞെട്ടൽ പോലെ, ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചന്ദ്രയ്ക്ക് പോലും പിടികിട്ടുന്നില്ല. ചന്ദ്രയുടെ മനസ്സ് എങ്ങോട്ട് പോകണമെന്ന് ചന്ദ്രയ്ക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സച്ചി ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് കാപ്പി എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, രണ്ട് അപ്പവും കൂടെ കൊണ്ടുപോയിക്കോന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കഴിച്ചു. ശ്രീകാന്ത് പറയുന്നത് അടിപൊളിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രുതി വന്നിട്ട് കഴിക്കണമെന്ന്. അപ്പോഴേ സച്ചി പറയുന്നുണ്ട്, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, ഇത് കഴിച്ചാൽ എന്തോ ഒരു സിറ്റ് വരുമല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് അസിഡിറ്റി എന്ന് പറയുന്നുണ്ട്. അസിഡിറ്റി അത് തന്നെ, ABC ജ്യൂസ് മാത്രമേ പറ്റുള്ളൂ, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, പറ്റില്ല എന്ന് പറയും. അങ്ങനെ അച്ഛനും ആഹാരമൊക്കെ കഴിച്ച് എണീറ്റു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് ലേബർ കോർട്ടിൽ പോകണ്ടേ? അതേ പോകണമെന്ന് പറയുന്നു, നല്ല വിധിയായിരിക്കും വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഞാനെങ്കിൽ ഓട്ടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പോകാൻ വേണ്ടി ഇറങ്ങി വന്ന് കാറിൽ കയറിയിരുന്നപ്പം നമ്മുടെ രേവതിയും പുറകേനെ വന്നിട്ട് ടാറ്റ കാണിച്ചു. അപ്പോൾ സച്ചി പുറത്തിറങ്ങി, എന്തിനാ എന്നെ വിളിച്ചത്? അത് ഞാൻ വിളിച്ചില്ലല്ലോ, അത് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് വിടുമ്പോൾ അവർക്ക് ടാറ്റ കൊടുത്ത് വരുന്നില്ല, അതുപോലെ ഞാൻ ടാറ്റ കാണിച്ചത്. കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഭർത്താവിനെ കൊണ്ട് വിടുമ്പോൾ ടാറ്റ കാണിക്കും, അങ്ങനെ ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എടുക്കും സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രേവതിയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതിയുടെ വിചാരം എന്ന് വെച്ചാൽ തന്നെ കിസ് ചെയ്യാൻ വരുന്നെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ രേവതി ഒരു നാണത്തോടെ അങ്ങോട്ടൊന്ന് മാറി കേട്ടോ. അപ്പോഴത്തേക്കും പറഞ്ഞ്, ഞാൻ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഈ ഷർട്ട് ഇൻ ചെയ്തതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടോ, വണ്ടിയിൽ AC ഇല്ല, എനിക്ക് നല്ല ചൂടായിരിക്കും. അപ്പോഴത്തേക്കും രേവതി തലയാട്ടി കേട്ടോ. ഇത് കണ്ടപ്പോഴേ സച്ചിക്ക് സന്തോഷമായി. അങ്ങനെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നീട് നടക്കുന്നത്, ശ്രുതി കുളിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത്
നമ്മുടെ ചന്ദ്ര അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചന്ദ്ര അറ്റൻഡ് ചെയ്തപ്പോൾ ശ്രുതിയുടെ അമ്മയാണ്. ശ്രുതിയുടെ അമ്മ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ തലചുറ്റി വീണു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരൊക്കെയാണ് അവരെ വെള്ളം കൊടുത്ത് എണീപ്പിച്ചത്. ആ സമയത്ത് കല്യാണി, ഇത് ഞാനാണ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ പേര് കേട്ട് നമ്മുടെ ചന്ദ്രമതി ഒന്ന് ഞെട്ടയാണ്, കല്യാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ. അപ്പോഴത്തേക്കും കേൾക്കുന്ന ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നമ്പർ മാറി വിളിച്ചതാണ്, ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് അവളുടെ അമ്മയുടെ സൗണ്ടാണെന്നും, അതുകൊണ്ട് അത് മതിയാക്കിയായിരുന്നു. പിന്നെയാണെങ്കിൽ നമ്മുടെ ശ്രുതി കുറേ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു വാഷ് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ചന്ദ്ര കേൾക്കുന്നുണ്ട്, നീ ഇത് എവിടെയാണ് പോകുന്നത്, അത് കുറച്ച് തുണി വാഷ് ചെയ്യണം ആൻറ്റി എന്ന് പറയും. അത് നീ അവിടെ ഇട്ടേക്കുക, അത് രേവതിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട, രേവതിക്ക് ഒരുപാട് ജോലി, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. മോൾ ഈ പഴം കഴിക്കുമെന്ന് പറഞ്ഞ് പഴം കൊടുക്കുന്നുണ്ട്. നീ അല്ലേ ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെടുന്ന, അവൾ വീട്ടിൽ ഇരുന്നും കൊണ്ട് തിന്ന് മുടിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞ് നമ്മുടെ രേവതി ബക്കറ്റും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നീ എന്താടി ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അത് തുണി അലക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ കൂട്ടുകാരെ. ഒത്തിരി നന്ദി.